ഞാൻ വരുണിന്റെ ഭാര്യ, കണിമംഗലത്തെ മരുമകളാ. ഇവിടുത്തെ എല്ലാത്തിനും അവകാശമാണ്. അത്രയ്ക്കൊക്കെ വാശിയിൽ താൻ ചിന്തിച്ചാലേ നടന്നതൊക്കെ എനിക്ക് മറ്റുള്ളവരോട് പറയേണ്ടി വരും. എന്ത് നടന്നത്? അച്ഛന്റെ അമ്മയുടെ മുൻപില് ഞാനൊന്ന് കരഞ്ഞാലേ അവിടെ തീരും വരുണിന്റെ എല്ലാ വാദങ്ങളും. ഇനി എന്നോട് ഡിവോഴ്സിന്റെ കാര്യങ്ങൾ സംസാരിച്ച ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ: എനിക്ക് സൗകര്യമില്ല. മോനെ, മുത്തശ്ശിയെല്ലാം കേട്ടോ? നിങ്ങളുടെ സംസാരം ഞാൻ തുടക്കം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും മുത്തശ്ശി രാധികയുമായിട്ട് ചേരാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി തന്നിട്ടും അതില്ലാതാക്കിയത് രാധിക തന്നെ. ഇനി എന്റെ ജീവിതം മുഴുവൻ ആ പോയ പെണ്ണിനെ സഹിക്കണം. മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ 10 ദിവസമല്ല 10 വർഷം കഴിഞ്ഞാലും ഇവിടെ എനിക്ക് സഹിക്കാൻ പറ്റുമെന്ന്? ഇല്ല, നിന്റെ മനസ്സിൽ നിന്നും രാധികയെക്കുറിച്ചുള്ള ചിന്തകൾ അത് മുത്തശ്ശി തീർത്ത് തന്നാലോ? എങ്ങനെ? നീ ഒന്ന് ക്ഷമിക്കേ. രാധിക വന്ന് ഇവിടെ നിന്റെ അടുത്ത് നിന്നാ പോരെ, നല്ല രീതിയിൽ സംസാരിച്ചാ പോരെ. അതിനുള്ള മാർഗം നിനക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തിനാടാ നിന്നെ കൊച്ചുമോനെന്ന് വിളിക്കുന്നേ? മുത്തശ്ശിക്ക് കുറച്ച് സമയം താ, വളരെ കുറച്ച് സമയം. മുത്തശ്ശി രാധികയെ ഇവിടെ എത്തിച്ചിരിക്കും. ഇതെന്താ മുത്തശ്ശി? ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ? ഇതിന് വല്ല പ്രത്യേകതയുണ്ടോ? ഹായ്, അയ്യോ, ഇത് എന്തൊരു ഭംഗിയാ. ഞാനൊന്ന് നോക്കിക്കോട്ടെ മുത്തശ്ശി. തൊട്ടു പോകരുത് ഇതില്. ഇതെന്താ മുത്തശ്ശി, രാവിലെ തന്നെ ഒരു ആഭരണ പ്രദർശനമൊക്കെ? പ്രദർശനമൊന്നും അല്ലടാ, ഇത് കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആഭരണങ്ങളാ. രാജഭരണകാലത്ത് കണിമംഗലത്ത് വന്നു ചേർന്നതാ. ഓ, അങ്ങനെ ലൈറ്റ് ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു. ഇതാണോ അത്? ആണോ? എന്നോട് മാത്രമേ എടുക്കാവൂന്നും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. പിന്നെ ഞാനും അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. പൗരാണികമായ ഒരു കാര്യമല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് ഞാനും കരുതി. ആഭരണങ്ങൾ അണിഞ്ഞാലല്ലേ മുത്തശ്ശി ഭംഗി കൂടുക. മുത്തശ്ശി, ഇത് എനിക്ക് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അതെങ്ങനെ ഇത് ഏട്ടത്തേക്ക് തരുന്നേ? എനിക്കും നല്ല കൊതി തോന്നി ഇത് കണ്ടപ്പോ. ഇതെന്താ അമ്മേ, തമ്പുരാട്ടിയുടെ മാലയുമായിട്ട്? തമ്പുരാട്ടിയുടെ മാലയോ? അപ്പോ ഇതിന്റെ ഐതിഹ്യമൊന്നും മുത്തശ്ശി നിന്നോട് പറഞ്ഞില്ലേ? പണ്ട് ചെമ്പറത്ത് കൊട്ടാരത്തിലെ രാജാവിനും രാജ്ഞിക്കും ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് 21 ദിവസം കണിമംഗലം കുടുംബമാണ് അഭയം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് രാജകൊട്ടാരവും കണിമംഗലവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അന്ന് കണിമംഗലത്ത് താമസിക്കാൻ വന്ന രാജ്ഞിയുടെ പേരാണ് പാർവതി. ആ തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്നതാ ഈ മാല. ഇതിന്റെ വിലയറിയാൻ നോക്കിയാൽ രത്നവ്യാപാരികൾ പോലും കുഴങ്ങിപ്പോവെന്നാ പറയുന്നത്.
അച്ഛാ, മഹാരാജാവ് വെറുതെ വഴി നടന്നു പോയിന്ന് പറഞ്ഞാലേ അത് വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരാ ചുറ്റുമുള്ളവര്. എന്നിട്ടാണോ 21 ദിവസം അഭയം കൊടുക്കുകയും ഇത്രയും വലിയ സമ്മാനം കൈപ്പറ്റുകയും ചെയ്തിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്? എടാ വരുൺ, നമുക്കിത് വല്ല പോസ്റ്റ് കാലം. അത് നല്ല ഐഡിയ. അയ്യോ അത് വേണ്ട. ഇതിനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിട്ട് വേണം കണിമംഗലം കൊള്ളയടിക്കാൻ വേണ്ടി ഇനി പുതിയ ആളുകൾ ഇറങ്ങാൻ. വേണ്ട. അല്ലാതെ തന്നെ ഒരു സ്വൈരവും ഇല്ല. ആ പിന്നെ പാർവതി തമ്പുരാട്ടി അന്ന് ഈ മാല കൊടുത്തതേ കൗസല്യ എന്ന കണിമംഗലത്തെ കാരണവ സ്ത്രീക്ക്. അതിനെന്താ കാരണമെന്ന് അറിയൂ? ഒന്ന്, തമ്പുരാട്ടിയുടെ താമസക്കാലത്ത് കണിമംഗലത്ത് കണ്ട ആ വൃത്തി. 2, കൈപ്പുണ്യം. നിനക്കും എനിക്കും അവൾക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഈ കുടുംബത്തിലുണ്ട്. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് പ്രിയങ്കയുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കുമെന്നാ തോന്നുന്നു. അമ്മേ, മുത്തശ്ശി, ഇതെന്തോ അടിയത്? ചോടിയല്ലോ ഇതിന്.